UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ പ്രിയദർശിനി കാരണം സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഒരു മാസത്തിനിടെ ഉണ്ടായത് 65 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ്. 500-ലധികം ബസ്സുകൾ ഓട്ടം നിർത്തി. ഓടുന്നവയിൽ പകുതി മുഴുവനും ട്രിപ്പ് നടത്താറുമില്ല. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഗതാഗത മന്ത്രി CP ജോൺ ബസ് ഉടമകളുമായി ചർച്ച നടത്തി. തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലായിരുന്നു ചർച്ച. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതോടെ സ്വകാര്യ ബസ് സർവീസ് വൻ നഷ്ടത്തിലായെന്ന ബസ് ഉടമകളുടെ പരാതിയെ തുടർന്നായിരുന്നു ചർച്ച നടത്തിയത്. സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ടിക്കറ്റിന്റെ പണം സർക്കാർ നൽകണമെന്നായിരുന്നു ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ചർച്ചയിൽ ബസ് ഉടമകൾ ഉന്നയിച്ചു. ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സൂചനാ പണിമുടക്കുമായി മുന്നോട്ടു പോകാനാണ് ഉടമകളുടെ തീരുമാനം. പ്രിയദർശിനി നടപ്പിലാക്കിയതിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചിരുന്നു. പലയിടത്തും ബസ് സർവീസുകൾ നിർത്തലാക്കി. സ്വകാര്യ ബസ്സുകൾ മറ്റു വരുമാന സ്രോതസ് തേടണമെന്നാണ് മന്ത്രി പറഞ്ഞത്. ചർച്ചയ്ക്ക് പിന്നാലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് വഴി സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. മുൻ ഗതാഗത കമ്മീഷണർ കൂടിയായ K പത്മകുമാർ അധ്യക്ഷനായ 5-അംഗ സമിതി 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. UDF സർക്കാരിന്റെ ധിക്കാരപരമായ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രഹരമായി വേണം ഈ പ്രതിസന്ധിയെ കാണാൻ. ദീർഘവീക്ഷണമില്ലാത്ത ജനദ്രോഹ പദ്ധതികൾ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഒരു വലിയ വ്യവസായ മേഖലയെയും അതിനെ ആശ്രയിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. തങ്ങളുടെ കഴിവുകേട് മറച്ചുവെക്കാൻ വിദഗ്ധ സമിതി എന്ന പേരിൽ ഒരു പ്രഹസന കമ്മിറ്റിയെ നിയോഗിച്ച് സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള UDF സർക്കാരിന്റെ ഈ തന്ത്രം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഒളിച്ചുകളി അവസാനിപ്പിച്ച് ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉടനടി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം വരാനിരിക്കുന്ന ശക്തമായ സൂചനാ പണിമുടക്കിലൂടെ കേരളത്തിലെ പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ സർക്കാരിന് മാത്രമായിരിക്കും.